ഉസ്താദിന്റെ ഡ്രൈവറോട് വെച്ചേക്ക്, അദ്ദേഹം ഒരുപാട് മുന്നേ താടി വെച്ചു. ഉസ്താദ് ഒരിക്കലും അദ്ദേഹത്തിനോട് താടി വെക്കാൻ പറഞ്ഞിട്ടില്ല. ചോദിച്ചു നോക്കി, ഇവിടെ ഉണ്ടല്ലോ ആൾ ഓടി നടക്കുന്നു. അദ്ദേഹം ഡാൻസിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് സമ്മതം വാങ്ങിയിട്ടാ പറയുന്നത്. അദ്ദേഹം ഡാൻസും പാട്ടും കൂത്തും അടിപിടിയും പൊടിപാറിലായിരുന്നു അദ്ദേഹത്തിന്റെ അജണ്ട. ഏത് സ്ഥലത്ത് മുമ്പിലാണ്ട് കൊണ്ടുവച്ചു കൊടുത്താൽ അദ്ദേഹം ഒരു ഗജവീരനായ പോക്കിരിയായിരുന്നു. പക്ഷെ ഉസ്താദിന്റെ ഒരു സാഹസിൽ വന്നിട്ട് മോത്തുക്കൊ നോക്കിയതാണ്. ആ നോട്ടത്തോടു കൂടി ഇനി ഗൾഫിക്ക് പോണ്ടാന്ന് തീരുമാനമായി. ഉസ്താദ് പറഞ്ഞോ പോണ്ടാന്ന്. ഉസ്താദിന്റെ കൂടെ നടന്നു. എല്ലാ ദിവസം എന്ന് പറയും പോലെ താടി വടിച്ചിരുന്ന മനുഷ്യന് താടി വെച്ചു. ഒരൊറ്റ പ്രാവശ്യം പോലും ഉസ്താദിനോട് താടി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ചോദിച്ചോ, താടിനെ വടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം താടി വെച്ചു. ഒരു തവണ പോലും ഉസ്താദ് അദ്ദേഹത്തിനോട് തൊപ്പി ധരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തലയിൽ സദാ തൊപ്പിയാണ്. ഒരു സമയം പോലും ഉസ്താദ് അദ്ദേഹത്തിനോട് നെരിയാണി മുകളിലേക്ക് പാന്റ് ധരിക്കണം, തുണി ഉടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തുണി നെരിയാണിയുടെ മുകളിലേക്കാണ്. എന്തുകൊണ്ട്? നദർ കൊണ്ട് തർബിയത്ത് ചെയ്യുന്നൊരു മഖാമുണ്ട്. ആ മഖാമിലായിരുന്നു മഹാനായ ശൈഖുന ഉസ്താദ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളാം. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പറയും ഉസ്താദ് കൽബ് വായിച്ചിട്ട് ആളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളായിരുന്നു ഞാൻ പറയും. അനുഭവം എൻ്റെതാണ്. ഞാനൊരിക്കല് നമ്മൾ ഈ മുത്താലിമ്യങ്ങളാകുമ്പോൾ അക്കായിദിന്റെ കിതാബൊക്കെ നോക്കുമ്പോൾ ഹവാത്തിർ വരും. അങ്ങനെ എന്താ ഹവാത്തിർ എന്നുള്ള സംഗതി ഉണ്ടല്ലോ, വലിയ പരീക്ഷണമാണ്. ഇങ്ങനെ ഹവാത്തിർ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരിക്കലും ഈ ഖദർ ഖലായിൽ ഓവറായിട്ട് ചിന്തിച്ചു. ഖദർ ഖലായിന്റെ വിഷയത്തിൽ ഓവറായിട്ട് ചിന്തിച്ചു. പിന്നെ കിടപ്പ് കിട്ടണില്ല, ഇരിപ്പും കിട്ടണില്ല. പലരോടും പലതും ചോദിച്ചു. മുസ്തഫ വൈസിനോടും ചോദിച്ചു, പലരോടും ചോദിച്ചു. ഫോൺ വിളിച്ചിട്ട് നാട്ടുക്കും ചോദിക്കും, ഒക്കെ ചോദിക്കും. എന്തോ തൃപ്തികരമായ മറുപടി. എന്റെ സമയം അതായതുകൊണ്ടായിരിക്കും ഉള്ളതായിട്ട് തോന്നണില്ല. അതങ്ങനെ തന്നെയാണ്, ആ വിഷയം അങ്ങനെയാണ്. അത് ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഇമാം ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. ഖദർ ഖലായിൽ വല്ലാതെ തലയിടരുതെന്നാണ്. പക്ഷെ എന്താ ചെയ്യാ, ഖവാത്തിറണ്ട് അടിച്ചു കയറി. അത് ഞാൻ അല്ലയിൽ പള്ളിയിൽ ഇമാമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. കോളേജ് കഴിഞ്ഞുകൊണ്ട് 3-4 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉസ്താദ് ഞാനും കൂടി അന്ന് നല്ല സ്നേഹബന്ധാണ്. എന്തുണ്ടെങ്കിലും ആയിക്കൂടി പോകുമ്പോൾ പള്ളിയിൽ കയറും, പറ്റുമ്പോഴൊക്കെ കാറിലിട്ട് കൊണ്ടുപോകും, എന്നിട്ട് ഇങ്ങനെ പ്രസംഗിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാന് സ്വലാത്തിന്റെ ഹൽക്കുണ്ട് വെള്ളിയാഴ്ച രാവിലെ. അപ്പൊ ഈ കൽബായിട്ട് വല്ലാത്ത പ്രയാസം. അറബികളൊക്കെ ചോദിക്കും, എന്താ എന്റെ മുഖത്ത് ഇങ്ങനെ ടെൻഷന്, എന്താ ഖിറാഅത്തിനൊക്കെ ഒരു ചെറിയ. അപ്പൊ ഇതിലിങ്ങനെ തലയിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഈ സ്വലാത്തിന്റെ ആൾക്കിൽ പോയിരുന്നു. ഞാൻ ഉസ്താദിനോടൊന്നും മുണ്ടില്ല. ഉസ്താദ് ആ സ്വലാത്തിന്റെ ആസിൽ പ്രസംഗിക്കാറില്ല, അതിഥികൾ പ്രസംഗിക്കാറാ. അന്ന് ഉസ്താദ് മൈക്കെടുത്ത് എന്നിട്ട് ആദ്യം പറഞ്ഞത്, ആവശ്യമില്ലാതെ ഖദർ ഖലായിലൊക്കെ തലയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്നും ശരിയല്ല, നമുക്ക് പാകളിൽ എന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്റെ മറുപടി, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പിന്നെ അതിൽ തലയിടാൻ പറ്റില്ല. ഞാൻ ഈ കൽബും ചൂടേറ്റ് വന്നിട്ട് അവിടെ ഇരിക്കുന്നത് എങ്ങനെയും മനുഷ്യനറിഞ്ഞത്. കുപ്പിയിലകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ ഇങ്ങളെ കൽബാകമെന്നോവർ. ഇതിനെനിക്ക് വേറെ തെളിവൊന്നുമില്ല, ഇതിന് ഞാൻ തന്നെ തെളിവ്. വിശ്വസിക്കണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ള. ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്. കൽബിലുള്ളത് വായിച്ചു പറഞ്ഞ ഒരുപാട് തങ്ങളോട് വെച്ച് നോക്കി, ഇവിടെ ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് അനുഭവം ഉണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേ ഈ സംഘടനാപരമായ ഒക്കെ ഒഴിവാക്കിയിട്ട് ഹലുവത്തിൽ ഇങ്ങനെ കൂടാന്ന് ആഗ്രഹിച്ചിട്ട് ഉസ്താദിന് മുമ്പിൽ എന്ന പുസ്തകറിന് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടായി ചെയ്യണം, ഒഴിഞ്ഞിരിക്കാൻ എല്ലാവർക്കും കൂടി പറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. പൂക്കോതങ്ങൾ എന്നോട് പറഞ്ഞു. പൂക്കോതങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. കാരണം ഉസ്താദിനോട് മുഷാവറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. മുഷാവറ ചെയ്യാൻ നാക്കെടുക്കണതിന് മുമ്പ് കൽബിലുള്ള ഉസ്താദ് കണ്ട് പറയാണ്, വലിയൊരാളായിരുന്നു, പക്ഷെ ജാടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഒരു തോർത്ത് കൊണ്ടുണ്ടാവും തോളില്, ഒരു പരുക്കം കുപ്പായ ഉണ്ടാവും, ചുളിഞ്ഞ കള്ളിത്തുണി ഉണ്ടാവും, ഒരു കോറത്തുണിയേറ്റ് ഒരു കോറശീലേറ്റ് തലയെക്കെട്ട് കെട്ടിയിട്ടുണ്ടാവും. ഈ തോർത്തുകൊണ്ട് തന്നെ തോളിലിട്ടത് പാവങ്ങളെ സഹായിക്കാനാണ്. ഈ തോർത്തുമുണ്ട് തോളിലിട്ടത് പാവങ്ങളെ സഹായിക്കാനാണ്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും ഉസ്താദിനെ ചുറ്റിപ്പറ്റിയിട്ട്. ഇത് ഔലിയാക്കളുടെ സ്വഭാവമാണ്. അഹമ്മദ് അൽ കബീരി ഇഫായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്താരോ, ഇങ്ങനത്തെ ആൾക്കാരെ കുളിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഖിദ്മത്ത് ചെയ്യാം. ഈ ആള് ഇങ്ങനെ വരേണ്ട ആളല്ലായിരുന്നു, പൊടിയിൽ കായംപൂരിന്റെ കിടക്കേണ്ട ആളായിരുന്നു. പക്ഷെ കുറച്ച് മെച്ചപ്പെട്ട് അത് ഉസ്താദിനെ ചാരിയിട്ട് കിട്ടിയതാണ്. അള്ളാഹു തആല അവരെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കട്ടെ. ആമീൻ പറഞ്ഞോളി. കാരണം ഹിസാബില്ലാതെ സ്വർഗത്ത് പോണ ആൾക്കാരാണ്.